നമസ്കാരം. ഇന്നത്തെ യൂണിവേഴ്സ് മെസ്സേജാണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ലഭിച്ച കാർഡ് എന്ന് പറയുന്നത് സണ്ണിൻ്റേതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ യാദർച്ഛികമായി ലഭിക്കുന്ന ഒന്നല്ല. നിങ്ങൾ അറിയേണ്ട ഒരു സന്ദേശമായിരിക്കും. ആ സന്ദേശത്തിൻ്റെ ഉറവിടം യൂണിവേഴ്സുമായിരിക്കും. നമ്മളെ എല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ട് സദാസമയം നമുക്ക് ചുറ്റുമുള്ള ഒന്നാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. നാം ചെയ്യുന്ന കാര്യങ്ങൾ, നാം പറയുന്ന കാര്യങ്ങൾ, നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഈ പ്രപഞ്ചം നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കാര്യം മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകൾ എങ്ങനെ മാറുന്നു എന്നതും ആർക്കറിയാം? യൂണിവേഴ്സിനറിയാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ യൂണിവേഴ്സ് ഓരോ സൈൻ നമ്മുടെ ലൈഫിലേക്ക് തരും. എന്നാൽ ഈ സൈൻ മനസ്സിലാക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യുന്നത് ആളുകൾ വളരെ കുറവായിരിക്കും. ഈ സൈൻ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യാറാണ് പതിവ്. എന്നാൽ ഈ സൈൻ മനസ്സിലാക്കി അവയുടെ അർത്ഥം മനസ്സിലാക്കി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സൈൻ മനസ്സിലാക്കാത്തതാണ് ഏറ്റവും വലിയ ഒരു പ്രോബ്ലമായി കാണുന്നത്. യൂണിവേഴ്സ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ നമ്മൾ തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതാണ് ഒരു വലിയ ഇഷ്യൂ. അപ്പോൾ നമുക്ക് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം, യൂണിവേഴ്സ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പാത്ത് കറക്റ്റ് ആവുകയും വേണം. ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ പാത്ത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ചോദിക്കുന്നത് എല്ലാം യൂണിവേഴ്സ് നടത്തി തരും. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പാത്ത് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. യൂണിവേഴ്സ് ഇന്ന് അയച്ച സന്ദേശത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇന്ന് അയച്ചിരിക്കുന്ന സന്ദേശം സൺ എന്ന് പറയുന്ന ഒരു കാർഡാണ്. സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ്. പവർഫുൾ മാത്രമല്ല, വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡ് കൂടിയാണ്. ആ കാർഡ് പ്രകാരം പറയുന്നത്, നിങ്ങൾ ഒരുപക്ഷെ പാസ്റ്റിനെ പറ്റിയിട്ട് ഓർത്ത് വേദനിക്കുന്നവരായിരിക്കാം. ഇന്നലെ നടന്ന സംഭവം, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ്, അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് നടന്ന സംഭവം നിങ്ങൾ എപ്പോഴും വേട്ടയാടുന്നുണ്ടാവാം. അല്ലാത്ത ഒരു ശതമാനം ആളുകൾ, അല്ലാത്ത മറ്റൊരു ശതമാനം ആളുകൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കും. ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ള ഒരു ഉത്കണ്ഠ കൊണ്ട് നടക്കുന്നവരായിരിക്കാം. ഈ രണ്ട് തരം വ്യക്തികളോടും, അല്ലെങ്കിൽ ഒരേ വ്യക്തിക്ക് രണ്ട് തരം വേദനകളും ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളോട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ഈ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നതും ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്നതും നിർത്തി പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ തുടങ്ങേണ്ടതാണ്. ആ ഒരു സൈനാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒഴിയുന്നതായിരിക്കും. പാസ്റ്റിൽ ഒത്തിരി വേദനകൾ ഉണ്ടായിരിക്കാം, ഒത്തിരി അപമാനങ്ങൾ ഉണ്ടായിരിക്കാം, ഒത്തിരി ധനനഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഇവയെല്ലാം മറന്നുകൊണ്ട് പ്രസന്റ് മൊമെന്റിൽ ജീവിച്ചോളൂ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവത്തില്ല.